വളപട്ടണത്തും വൻ കവർച്ച. വീട് കുത്തിത്തുറന്ന് 1 കോടി രൂപയും 300 പവനും കവർന്നു. വളപട്ടണം മന്നയിൽ അരി മൊത്ത വ്യാപാരി KP അഷ്റഫിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. മോഷ്ടാക്കൾ ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടെന്ന സംശയത്തിലാണ് പോലീസ്. അഷ്റഫും കുടുംബവും മധുരയിലെ ബന്ധുവിന്റെ വിവാഹ സൽക്കാരത്തിന് പോയ സമയത്തായിരുന്നു കവർച്ച. ഈ മാസം 19-നാണ് ഇവർ വീട് പൂട്ടി മധുരയിലേക്ക് പോയത്. അവര് ഇവിടുന്ന് വന്നതാണ്, മധുരയിൽ നിന്ന് ഇന്നലെ എത്തിയത് രാത്രി. അപ്പോൾ വീട് തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെ ലോക്കറിൽ തുറന്നിട്ടാണ്. എന്നാലും തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇവരെ അറിയിച്ച്. അതെ, അവർ ചൊവ്വാഴ്ച രാവിലെ ഒരു 7:30 സമയത്ത് തിരിച്ചു വന്നത് ഇന്നലെ രാത്രി. ഇത് കാണാം. മോഷണം സ്വർണവും പൈസയാണ് പോയിട്ടുള്ളത്. കേസ് അന്വേഷിക്കാൻ പോലീസ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ക്ലൂ കിട്ടുമ്പോൾ ബാക്കി നടപടിയെടുക്കാം. ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല. ടീം നോക്കുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് പിന്നെ ബാക്കി നടപടിയെടുക്കാം. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, മുഖംമൂടി ധരിച്ചെത്തിയ 2 പേര് വീട്ടിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇവരെക്കുറിച്ച് പോലീസിന് നിലവിൽ എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? ഈ ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടു എന്നതിനപ്പുറം ഇതാരായിരിക്കാം? ഈ നാടുമായി, ഈ പ്രദേശവുമായി ബന്ധമുള്ളവരോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതര സംസ്ഥാനക്കാരോ ആണോ ഇതിന് പിന്നിലെന്നാണോ പോലീസിന്റെ ഒരു അനുമാനം? ടോമെ, പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം അങ്ങനെയാണ്. ഇതര സംസ്ഥാനക്കാരെയാണ് ഇപ്പോൾ സംശയിക്കുന്നത്. എന്തായാലും അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിക്കുമെന്ന് ആണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായത് പോലീസ് ഡോഗ് നടത്തിയ ആ പരിശോധന തന്നെയാണ്. ഇതിന് തൊട്ട് സമീപത്തായുള്ള വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഈ മണം പിടിച്ച് ഈ പോലീസ് നായ ഓടിയത്. ആ ഭാഗത്ത് ഇവർ ഈ കവർച്ച കഴിഞ്ഞതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്ന ഒരു സൂചനയാണ് പോലീസിന് അതുകൊണ്ട് തന്നെ ലഭിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വീടിന് സമീപത്തായി ഒരു അരി ഗോഡൌൺ ഉണ്ട്. ആ ഗോഡൌണിൽ നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വീടുമായി കൃത്യമായി അറിയുന്നവരായിരിക്കണം ഈ കവർച്ച എന്നാണ് പോലീസ് നൽകുന്ന വിവരം. കാരണം ഇവർ ഈ നാട്ടിലില്ലാത്ത സമയം കൃത്യമായി അറിയുന്നു. അത് മാത്രമല്ല, ഇതിന്റെ താക്കോൽ കൃത്യമായി എവിടെ വെച്ചു എന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് പിറകു വശത്തെ ഈ അടുക്കള ഭാഗത്തെ ഗ്രിൽസ് തകർത്താണ് മോഷ്ടാക്കൾ വീടിനകത്ത് കയറിയത്. അകത്ത് കയറിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഷെൽഫിൽ ഈ ലോക്കറിന്റെ താക്കോൽ സൂക്ഷിച്ചിരുന്നു. ആ താക്കോൽ എടുത്തതിന് ശേഷം ഈ ലോക്കറിൽ നിന്നാണ് ഇത്തരത്തിൽ 300 പവൻ സ്വർണവും ഒപ്പം 1 കോടി രൂപയും കവർച്ച ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അവിടെ CCTV ക്യാമറ അവിടെയും സ്ഥാപിച്ചിരുന്നു. അതിലാണ് ഈ 2 പേരുടെ ഈ മുഖം ഇതിന്റെ ദൃശ്യങ്ങൾ വന്നത്. പക്ഷേ മുഖം മൂടി ധരിച്ച നിലയിലാണ് 2 പേരും ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് ദൃശ്യങ്ങളൊന്നും ഇവർക്ക് ലഭിച്ചിട്ടില്ല. ആ ക്യാമറ നശിപ്പിക്കുകയാണ് ചെയ്തത്. ഏതായാലും പോലീസ് സമീപ പ്രദേശത്തെ, അതായത് ഈ വീടിന് തൊട്ടടുത്തുള്ള CCTV ക്യാമറകളെല്ലാം പരിശോധിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് അവിടെയുള്ള CCTV ക്യാമറകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ശാസ്ത്രീയമായ തെളിവുകൾ, അതായത് ടെലിഫോൺ, ഈ ഭാഗത്ത് സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി ടെലിഫോൺ കോളുകളുടെ വിശദാംശങ്ങളും നോക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായി ഈ വീടുമായി കൃത്യമായി അറിയുന്നവർ അല്ലെങ്കിൽ ആ വീടുമായി പരിചയമുള്ളവരായിരിക്കാം ഈ കവർച്ച നടത്തിയെന്ന ഒരു നിഗമനം തന്നെയാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഈ കവർച്ച നടത്തിയ സംഘം കടന്നതായുള്ള ഒരു സൂചനയും പോലീസ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ഇപ്പോൾ ഈ അന്വേഷണം ഊർജിതമാക്കിയത്. മുൻവശത്തെ ഗേറ്റ് മതിൽ ചാടിയാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. 19-ാം തീയതിയാണ് ഈ കുടുംബം രാവിലെയോടുകൂടിയാണ് ഇവിടെ നിന്നും പോയത്. അതിനുശേഷം 19-ാം തീയതി വൈകിട്ടോ അല്ലെങ്കിൽ 20-ാം തീയതിയോ ഈ കവർച്ച നടന്നു എന്നാണ് പോലീസ് കരുതുന്നത്. അത്തരത്തിലാണ് പോലീസിന് ലഭിച്ച വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായി വീട്ടിൽ ആളില്ലാത്ത സമയത്ത് തന്നെ ഇത്തരത്തിലൊരു കവർച്ച നടത്തിയെന്ന് വേണം കരുതാൻ. അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായി ഈ വീടുമായി ഇത്തരത്തിൽ ഇവർ ഇല്ലാത്ത സമയം നോക്കി കൃത്യമായി ഇത് അറിയുന്ന ആളുകൾ തന്നെയാകും. അതുകൊണ്ട് ഈ മോഷ്ടാക്കളെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. പോലീസ് ഡോഗ് നടത്തിയ പരിശോധന നിർണായകമാണ്. അതിനൊപ്പം തന്നെ വിരലടയാള വിദഗ്ധരും വിശദമായ ഈ പരിശോധന നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ നേരത്തെ മോഷണ കേസുകളിൽ പ്രതികളായവരാരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ ഊർജിതമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ASP ഉൾപ്പെടെയുള്ള സംഘം ഇന്ന് രാവിലെ തന്നെ വീട്ടിലെത്തിയിരുന്നു. പ്രദേശത്താണോ ഉള്ളത്? കാരണം അങ്ങനെ ഒരു കൃത്യമായ നിരീക്ഷണം നടത്തിയിട്ടുണ്ടാകാം.
ഇവർ ഈ വീട്ടിൽ നിന്ന് ഇവർ പോയത് മറ്റൊരു ചടങ്ങുമായി ബന്ധപ്പെട്ട് മധുരയിലേക്ക് പോയതും ഈ കവർച്ച നടന്ന ദിവസവും തമ്മിൽ എത്ര ദിവസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും? കാരണം ആ ഒരു ദിവസം നടത്തിയൊരു ആസൂത്രണം അങ്ങനെ കണ്ടാൽ മതിയോ? അത് കൃത്യമായി വീട് നിരീക്ഷിച്ച് വീട്ടിൽ ഇത്രയധികം വലിയ സാമ്പത്തികം ഉണ്ടാകാം, ഈ 1 കോടി രൂപയും ഈ 300 കിലോ സ്വർണ്ണ 300 പവൻ സ്വർണവും ഒക്കെ വീട്ടിൽ ഉണ്ട് എന്ന് അറിഞ്ഞ് അത് മനസ്സിലാക്കി നടത്തിയ കവർച്ചയായിരിക്കുമോ? ടോമെ, മന്ന എന്ന് പറയുന്ന സ്ഥലത്ത്, വളവട്ടിന് സമീപമുള്ള മന്ന എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ തിരക്കേറിയ റോഡ് അരികിലുള്ള വീട്ടിലാണ് ഈ കവർച്ച നടന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയം. അതും മാത്രമല്ല, സമീപ പ്രദേശത്തായി നിരവധി വീടുകളുണ്ട്. ഇദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ താമസിക്കുന്നത് തൊട്ടടുത്താണ്. ഇദ്ദേഹം ഒരു അരി കച്ചവടമാണ്, മൊത്ത വ്യാപാരമാണ്. ആ വീടിന് സമീപം സഹോദരന്റെ വീട്ടിൽ ഒരു ഗോഡൌൺ ഉണ്ട്. ആ ഗോഡൌണിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ നിരവധി പേർ അവിടെ ജോലി ചെയ്യുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പണം ഇതിനകത്തേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും അതൊക്കെ മനസ്സിലാക്കി കൃത്യമായി വീട്ടിൽ ആളില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നടന്ന ഒരു കവർച്ചയാകാമെന്നാണ് പോലീസ് പറയുന്നത്. പരിസരത്തെ വീടുകളിലൊന്നും തന്നെ മറ്റ് കവർച്ചാ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പ്രദേശത്ത് ഇത്തരത്തിൽ കവർച്ചാ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ വീട് കൃത്യമായി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ കവർച്ചക്കാർ എത്തിയത്. അതിൽ 2 പേരുടെ ദൃശ്യങ്ങളാണ് പതിഞ്ഞതെങ്കിൽ കൂടുതൽ പേർ ഉണ്ടാകാം എന്നൊരു നിഗമനവും പോലീസ് പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ആ രീതിയിൽ അത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ തന്നെ ഒരുപക്ഷെ കവർച്ച നടത്തിയതിനു ശേഷം ഈ ഡോഗ് പോലീസ് നായ മണം പിടിച്ച് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്കാണ് പോയത്. അങ്ങനെയാണെങ്കിൽ ഇവർ ട്രെയിൻ കയറി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതല്ല കേരളത്തിൽ തന്നെ മറ്റേതെങ്കിലും ജില്ലകളിലേക്ക് ഇവർ മാറിയിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. കാരണം ഈ ഭാഗങ്ങളിലൊക്കെ നിരവധി CCTVകൾ ഓരോ വീടുകളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ കൃത്യമായ ഇവരുടെ യാത്രകൾ കണ്ടുപിടിക്കാൻ പോലീസിന് കഴിയുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലായതുകൊണ്ട് പോലീസ് കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ഇതിൽ നിർണായകമാവുക ഈ CCTV ദൃശ്യങ്ങളായിരിക്കും റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക്. അതായത് ഒരു 750 മീറ്റർ മാത്രം മാറിയാണ് ഈ വളപട്ടണം സ്റ്റേഷനുള്ളത്. ആ ഭാഗത്തേക്കാണ് ഈ മതിൽ ചാടി കടന്നു വന്ന ഈ സംഘം പോയത്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ച് അവിടെ വീടുകളിലൊക്കെ ഒരുപാട് വീടുകളുള്ള പ്രദേശമാണ്, ഒറ്റപ്പെട്ട പ്രദേശമേ അല്ല. അത്രത്തോളം വലിയ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന വീടാണ്, വലിയ ഗേറ്റ് ഒക്കെ ഉണ്ട് ആ വീടിന് മുന്നിൽ. അതുമാത്രമല്ല, ആ മുൻവശത്തൊക്കെ നിരവധി CCTV ക്യാമറകൾ ഈ വീട്ടിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ ഓരോ CCTV ക്യാമറകളും നമുക്ക് കാണാം. CCTV ക്യാമറയിൽ ഇവരുടെ ദൃശ്യം പതിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഈ ക്യാമറ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് ഈ മോഷ്ടാക്കളുടെ ദൃശ്യം ഈ CCTV ക്യാമറകളിലുള്ളത്. അതും മുഖംമൂടി ധരിച്ച നിലയിലാണ് ദൃശ്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് അത് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇനി ഈ വീടുമായി അടുത്ത ബന്ധമുള്ളവർ അറിയിച്ചത് പ്രകാരം പുറത്തുനിന്നും ഏതെങ്കിലും കൊട്ടേഷൻ സംഘങ്ങളെ ഏൽപ്പിച്ച് അത്തരത്തിൽ കവർച്ച നടത്തിയതാണോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത്തരം സംഘങ്ങളെ കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഏതായാലും 300 പവനും 1 കോടി രൂപയും പോയി നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ പരാതി. ഒരു പക്ഷേ അതിലും കൂടുതൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്ന ഒരു സംശയവും പറയുന്നുണ്ട്. ഏതായാലും നിലവിൽ 1 കോടി രൂപയും വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ